നമസ്കാരം. ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നടന്ന ഇറ്റലി വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് എവ്രി വൺ. ഇപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അൾട്ടിമേറ്റ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു മത്സരം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെയിൽ ബൈറ്റർ ആയിട്ടുള്ള മറ്റൊരു കംബാക്ക് ആണ് ഇറ്റലി സൈഡ് നമ്മൾ കണ്ടത്. ഡിഫെൻഡിങ് ചാമ്പ്യന്മാര് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകുമോ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരുപാട് നിമിഷങ്ങൾ ഇന്നുണ്ടായിരുന്നു. കാരണം ക്രൊയേഷ്യ 1-0 ലീഡിലാണ്. ഇഞ്ചുറി ടൈം തീരാനായി. ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു കംബാക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ഫുട്ബോളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് തന്നെയാണ് സംഭവിച്ചത്. അവസാന നിമിഷം ഇറ്റലി ഗോൾ നേടുന്നു. 1-1 സമനിലയിലേക്ക് കാര്യങ്ങൾ പോയി. 4 പോയിന്റുമായിട്ട് അവര് ഗ്രൂപ്പ് സ്റ്റേജിന്റെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പോവുകയാണ്. ക്രൊയേഷ്യക്ക് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചാൻസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ മറ്റ് ഗ്രൂപ്പിന്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും അടുത്ത സ്റ്റേജിലേക്കുള്ള അവരുടെ പ്രവേശനം. അപ്പൊ മത്സരത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ഇറ്റലി തന്നെയാണ്. 13 ചാൻസുകൾ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. എടുത്തു പറയേണ്ട കുറച്ച് പെർഫോമൻസുകൾ ഉണ്ട്. 2 ഗോൾ കീപ്പർമാരും ഇന്ന് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഡൊണറുമയുടെ പേര് എടുത്തു പറയണം. പുള്ളിയുടെ ക്ലോസ് റേഞ്ചിലുള്ള 1-2 സേവ്സ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഗോള് വന്ന ഒരു വഴി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സെക്കൻഡ് ഹാഫിലാണ് ഒരു പെനാൽറ്റി ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് അടിച്ചൊരു പന്ത് ഇറ്റാലിയൻ പ്ലെയറിന്റെ കയ്യിൽ തട്ടി ഡിഫ്ലക്ട് ആയി പോയി. വാർ ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെ ക്രൊയേഷ്യക്ക് പെനാൽറ്റി കിട്ടുകയാണ്. മോഡ്രിച്ച് പെനാൽറ്റി എടുക്കാൻ വരുന്നു. എല്ലാവരും വിചാരിച്ചു അത് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഡൊണറുമയുടെ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള സേവ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ 30 സെക്കൻഡിനുള്ളിൽ തന്നെ വില്ലനായി മാറിയിട്ടുള്ള മോഡ്രിച്ച് നായകനായിട്ട് മാറുകയാണ്. മറ്റൊരു ക്രോസ് റൈറ്റ് വിംഗ് എന്ന ബോക്സിലേക്ക് ഇടുന്നു. ഇത് ഒരു ഡിഫ്ലക്ഷനിലൂടെ ഒരു സേവിന് അറ്റംപ്റ്റ് ചെയ്ത ഡൊണറുമ ഈ പന്ത് അടിച്ചു കളയുന്നു. മോഡ്രിച്ചിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. പുള്ളി കിഡിലൻ ഫിനിഷിലൂടെ 1-0 ലീഡിലേക്ക് ക്രൊയേഷ്യനെ കൊണ്ടുപോവാണ്. അങ്ങനെ വിത്തിൻ സെക്കൻഡ്സിൽ ക്രൊയേഷ്യ ലീഡിലേക്ക് വരുന്നു. ഗ്രൗണ്ട് ആകെ ഇളകി മറിഞ്ഞു എന്ന് പറയേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി ആ ലീഡ് കാത്തു സൂക്ഷിക്കാൻ ശരിക്കും പറഞ്ഞാൽ ക്രൊയേഷ്യക്ക് കഴിഞ്ഞില്ല. ഇവിടെ എടുത്തു പറയേണ്ട 1-2 ചാൻസുകളുണ്ട്. ബസ്റ്റോണിക്ക് കിട്ടിയ 2-3 ഓപ്പർച്യൂണിറ്റികളാണ്. പുള്ളിക്ക് 2 കിഡിലം ഹെഡിങ് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു. ഇവിടെ ലിവക്കോവിച്ചിന്റെ അടിപൊളി സേവ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചാൻസും ചെറിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത്. പിന്നീട് ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ടുള്ള ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ബോക്സിന്റെ പുറത്ത് വെച്ച് 1-2 ഷോട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് സേവ് ചെയ്യാൻ ക്രൊയേഷ്യൻ പ്ലേയേഴ്സും ഡിഫൻഡേഴ്സിനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിന്നീടാണ് കളിയുടെ ട്വിസ്റ്റ് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് 2 സൈഡിലും. പെരിസിച്ച് ക്യാപ്റ്റനായിട്ട് ക്രൊയേഷ്യൻ ടീമിലേക്ക് വരുന്നു. സ്കമാക്കയും വളരെ കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇറ്റാലിയൻ സൈഡിൽ നിന്ന് വരുന്നു. സക്കീനിയുടെ ഇൻട്രഡക്ഷൻ തന്നെയാണ് ഇവിടെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി ഇറ്റലിക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഗോളൊന്നും നേടിയിട്ടില്ല. ഇത് വളരെ കൃത്യമായ ഘട്ടത്തിൽ പുള്ളിയുടെ ക്രൂഷ്യൽ ഗോളാണ് ഇറ്റലിയെ രക്ഷിച്ചതെന്ന് പറയേണ്ടി വരും. അപ്പൊ 90 മിനിറ്റ്സ് കഴിഞ്ഞു. 8 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈം കൊടുത്തു. 8 മിനിറ്റ് കഴിയാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഇറ്റലിക്ക് ഒരു ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ചാൻസ് മിഡ്ഫീൽഡിൽ നിന്ന് കിട്ടുന്നത്. മിഡ്ഫീൽഡിൽ നിന്ന് ബോളുമായിട്ട് ഇറ്റലി മുമ്പോട്ട് പോകുന്നു. കൃത്യമായിട്ട് ലെഫ്റ്റ് വിങ്ങിലുള്ള സക്കിനിയുടെ കാലിലേക്കാണ് ഈ ബോൾ എത്തിക്കുന്നത്. സക്കിനി ഒരു ടച്ച് എടുത്തിട്ട് അകത്തേക്ക് കയറി ഒരു കിഡിലം ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഈ ഷോട്ട് കേർവ് ചെയ്ത് അകത്തേക്ക് കയറുകയാണ്. ലിവക്കോവിച്ച് ചാടിയൊക്കെ നോക്കി, പക്ഷെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വളരെ കൃത്യമായ ഒരു ഫിനിഷിങ്. അങ്ങനെ 1-1 ഒരു കംബാക്ക് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ കോച്ചിന്റെയും പ്ലേയേഴ്സിന്റെയും ഫാൻസിന്റെ ഒക്കെ സെലിബ്രേഷൻ ആ സമയത്ത് കാണുന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയുടെ മറ്റൊരു കംബാക്ക് ആണ് നമ്മൾ കാണുന്നത്. ക്രൊയേഷ്യ സൈഡിൽ നിന്ന് ഹാർട്ട് ബ്രോക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇങ്ങനെയൊരു തിരിച്ചടി അവർ തീരെ പ്രതീക്ഷയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.